ഇസ്രയേൽ ഹമാസ് യുദ്ധം തുടങ്ങിയ ദിവസം മുതൽ തന്നെ ചർച്ചകളിൽ ഇടം പിടിച്ച ഒന്നാണ് തുരങ്കങ്ങൾ. തുരങ്കങ്ങളിലകത്തിരുന്ന പെഴിച്ചാരികളെ പോലെ പതിയിരുന്ന എല്ലാ നടപടിക്രമങ്ങളും ശ്രദ്ധിക്കുകയും വേണ്ട എല്ലാ ക്രമക്കേടുകൾ നടത്തുകയും ദുരന്തങ്ങൾ വിതയ്ക്കുകയും ചെയ്യുന്നത് ഈ തുരങ്കങ്ങളിലകത്തിരുന്നു കൊണ്ട് ഈ ഹമാസിന്റെ പ്രധാന ലക്ഷ്യമാണ് എന്ന് പലരും പറഞ്ഞിരുന്നു. തുരങ്കങ്ങളാണ് ഇവരുടെ ജീവവായു, ജീവനാഡി എന്ന് പലരും പറഞ്ഞിരുന്നു. 800ഓളം തുരങ്കങ്ങളിൽ 500 എണ്ണവും ഇതിനോടകം തന്നെ തകർത്തു കഴിഞ്ഞു എന്ന് ഇസ്രായേൽ പറയുമ്പോഴും അതിലേറ്റവും വലുതും ഏറ്റവും നീളവും കൂടിയതുമായുള്ള ഒരു തുരങ്കം കണ്ടെത്തിയതായി ഇസ്രായേൽ ഏറ്റവും ഒടുവിൽ പറയുകയാണ്. ഗസ മുനമ്പിലെ ഹമാസിന്റെ ഏറ്റവും വലിയ തുരങ്കം കണ്ടെത്തിയതായി ഇസ്രായേൽ. വിശാലമായ ശൃംഖലയോടെ 4 കിലോമീറ്ററോളം വ്യാപിച്ചു കിടക്കുന്ന ഭൂഗർഭ തുരങ്കത്തിന്റെ കവാടം എറിസ് അതിർത്തിയിൽ നിന്ന് 400 മീറ്റർ മാത്രം അകലെയാണ് എന്ന് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അറിയിച്ചു. തുരങ്കത്തിന്റെ വീഡിയോയും IDF അവരുടെ ഔദ്യോഗിക X അക്കൗണ്ടിലൂടെ പങ്കുവച്ചിട്ടുണ്ട്. തുരങ്കത്തിനുള്ളിലൂടെ ചെറിയ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയും എന്നാണ് റിപ്പോർട്ട്. വർഷങ്ങളുടെ പരിശ്രമവും കോടിക്കണക്കിന് രൂപയും ഈ തുരങ്ക നിർമ്മാണത്തിന് പിന്നിലുണ്ട് എന്നും ഇസ്രായേൽ സേന അറിയിച്ചു. ഹമാസ് നേതാവ് യഹിയ സിൻവാറിന്റെ സഹോദരൻ മുഹമ്മദ് യഹിയനാണ് നിർമ്മാണത്തിന് നേതൃത്വം നൽകിയത് എന്നും ഇസ്രായേൽ സേന പറയുന്നു. ഡ്രെയിനേജ് സംവിധാനം, വൈദ്യുതി, വെന്റിലേഷൻ, ആശയവിനിമയ സംവിധാനം, റെയിലുകൾ എന്നിവയെല്ലാം തുരങ്കത്തിനുള്ളിലുണ്ട്. തറ മണ്ണിട്ട് നികത്തിയതും ഭിത്തികൾ കോൺക്രീറ്റ് ചെയ്തതുമാണ്. 1.5 സെന്റിമീറ്റർ കട്ടിയുള്ള ലോഹ സിലിണ്ടർ ഉപയോഗിച്ചാണ് പ്രവേശന കവാടം നിർമ്മിച്ചിരിക്കുന്നത് എന്നും ഇസ്രായേൽ സേന പറയുന്നു. ഹമാസ് ചിത്രീകരിച്ചത് എന്ന് പറഞ്ഞ് ഇസ്രായേൽ സേന പുറത്തുവിട്ട വീഡിയോയിൽ തുരങ്കത്തിനുള്ളിലൂടെ നിർമ്മാണ ആവശ്യങ്ങൾക്കുള്ള ഒരു ചെറിയ വാഹനം കടന്നു പോകുന്നത് വ്യക്തമാണ്. ചില ഉപകരണങ്ങൾ ഉപയോഗിച്ച് തൊഴിലാളികൾ ഭൂമി തുറക്കുന്നതും വീഡിയോയിൽ ദൃശ്യം. തുരങ്കങ്ങളിലുള്ളിൽ നിന്ന് ആയുധശേഖരവും കണ്ടെത്തിയെന്ന് ഇസ്രായേൽ സേന അറിയിച്ചു. ഗസയുടെ തകർച്ചയാണ് അവർക്ക് മുമ്പിൽ ഞങ്ങൾ തെളിയിച്ചത്. ഇസ്രായേലിനെതിരെ ഇത്തരത്തിൽ നീങ്ങിയാൽ ദഹിപ്പിച്ചു കളയും എന്ന് അറബ് ശക്തികൾക്കും പലസ്തീനും ആവർത്തിച്ച് തെളിയിക്കുകയാണ് സൈന്യം. ഇതിന്റെ നിർമ്മാണത്തിന് ദശലക്ഷക്കണക്കിന് ഡോളർ ചിലവായി എന്നും വർഷങ്ങളെടുത്തു എന്നും വ്യക്തം. ഹമാസ് എന്ന പെരുച്ചാരികൾക്ക് ഇത്തരത്തിൽ ഇസ്രായേലികളെ കൊല്ലാൻ സ്വപ്നം കണ്ട് മാലകൾ പണിയുന്ന പണം ഉണ്ടായിരുന്നുവെങ്കിൽ പലസ്തീനികൾക്ക് ബ്രൊട്ടിയും ജാമും വാങ്ങി കൊടുക്കാമായിരുന്നുവെന്നും പലസ്തീനികൾക്ക് ഇസ്രായേലിൽ വന്ന് തോട്ടിപ്പണിയും ലേബർ ജോലിയും ചെയ്യേണ്ട അവസ്ഥ വരില്ലായിരുന്നുവെന്നും ഇസ്രായേൽ സൈന്യം ഇപ്പോൾ ഹമാസിനെ പരിഹസിച്ചിരിക്കുകയാണ്. യുദ്ധത്തിന് മുൻപ് 2 ലക്ഷത്തോളം ഗസ നിവാസികൾ ഇസ്രായേലിലെത്തി ലേബർ ജോലികൾ ചെയ്തിരുന്നു. യുദ്ധം തുടങ്ങിയപ്പോൾ അവരിൽ പലരും ഗസയിലേക്ക് മടങ്ങി. ഇപ്പോഴും ഇസ്രായേലിൽ 50,000-ന് മുകളിൽ ഗാസാവാസികൾ ജോലിക്കാരായുണ്ട്. യുദ്ധം തുടങ്ങിയ ശേഷം അവരോട് വീടുകൾക്ക് പുറത്തിറങ്ങരുത് എന്നും ജോലിക്ക് വരരുത് എന്നും ജൂതരോക്ഷത്താൽ പൊതുജനം തല്ലിക്കൊല്ലുമെന്നും മുന്നറിയിപ്പ് നൽകിയിരുന്നു. 3 മാസമായി ഇവർ ഇസ്രായേലികളെ ഭയന്ന് ഇസ്രായേലിലെ ഇവരുടെ വീടിനകത്ത് തന്നെ കഴിയുകയാണ്.